നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഡൗൺ എന്നുള്ള ഫ്രേസൽ വെർബിനെ പറ്റിയാണ്. നമുക്കെന്തെങ്കിലും ഒരു കാര്യം ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡിലോ എഴുതണം എന്ന് പറയുവാനായിട്ട് നമ്മൾ റൈറ്റ് ഡൗൺ എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ആ ആശയത്തിലുള്ള കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, മൈ കോവർക്കർ ടോൾഡ് മീ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ എന്നോട് പറഞ്ഞു, ഐ ഹാവ് എ മീറ്റിംഗ് ടുമോറോ, എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. ഐ നീഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, എനിക്കത് എഴുതി വെക്കണം. സോ ഐ വോണ്ട് ഫോർഗെറ്റ്, എന്നാൽ ഞാനത് മറക്കില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ എനിക്കത് എഴുതി വെക്കണം, അതായത് നാളെ മീറ്റിംഗ് ഉള്ള കാര്യം എഴുതി വെക്കണം എന്ന് പറയുവാനായിട്ട് ഞാനിവിടെ റൈറ്റ് ഡൗൺ എന്നുള്ള ഫ്രേസൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ റൈറ്റ് ഡൗണിനെ ഇറ്റ് എന്നുള്ള പ്രോണൗൺ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നാളത്തെ മീറ്റിങ്ങിൻ്റെ കാര്യമാണ്. അത് എനിക്ക് എഴുതി വെക്കണം എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. ഐ നീഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, സോ ഐ വോണ്ട് ഫോർഗെറ്റ്, എനിക്ക് നാളെ മീറ്റിംഗ് ഉള്ള കാര്യം എഴുതി വെക്കണം. സോ ഐ വോണ്ട് ഫോർഗെറ്റ്, എന്നാൽ ഞാനത് മറക്കില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഹീ ഈസ് ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, സോ ഹീ വോണ്ട് ഫോർഗെറ്റ്, അവനത് എഴുതി വെക്കുകയാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ സെൻറ്റൻസിൻ്റെ അതേ ആശയം തന്നെയാണ്. അവൻ മീറ്റിങ്ങിൻ്റെ കാര്യം എഴുതി വെക്കുകയാണ്. സോ ഹീ വോണ്ട് ഫോർഗെറ്റ്, അതിനാൽ അവൻ മറക്കില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് യുവർ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് ഒന്നുകൂടെ ഒന്ന് പറയാമോ. ഐ വാണ്ട് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, എനിക്കതൊന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. ആശയം പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, I will share the recipe with you. Make sure to write it down so you can try it at home. ഇത് രണ്ട് പാചകത്തെപ്പറ്റി സംസാരിക്കുന്ന രണ്ട് പേര് തമ്മിലുള്ള കോൺവെർസേഷനിലെ സെൻറ്റൻസ് ആണ്. ഒരാൾ പറയുകയാണ്, ഐ വിൽ ഷെയർ ദ റെസിപ്പി വിത്ത് യു, ഞാൻ നിനക്ക് റെസിപ്പി, ആ പാചകത്തിൻ്റെ മെത്തേഡ് ഞാൻ നിനക്ക് ഷെയർ ചെയ്ത് തരാം. മേക്ക് ഷുവർ ടു റൈറ്റ് ഇറ്റ് ഡൗൺ, അത് എഴുതിയെന്ന് ഉറപ്പാക്കുക. സോ യു ക്യാൻ ട്രൈ ഇറ്റ് അറ്റ് ഹോം, എന്നാലും നിനക്കത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ക്യാൻ യു പ്ലീസ് റൈറ്റ് ഡൗൺ യുവർ ഇമെയിൽ അഡ്രസ് സോ ഐ ക്യാൻ കോൺടാക്ട് യു ലേറ്റർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ്. ഇവിടെ റൈറ്റ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രോണൗൺ ഇറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് എഴുതി തരുമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ റൈറ്റ് ഡൗൺ എന്ന് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്നത്. എഴുതി തരുമോ എന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ക്യാൻ യു പ്ലീസ് റൈറ്റ് ഡൗൺ യുവർ ഇമെയിൽ അഡ്രസ് സോ ഐ ക്യാൻ കോൺടാക്ട് യു ലേറ്റർ. ആശയം പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ലെറ്റ് മീ റൈറ്റ് ഡൗൺ യുവർ ഫോൺ നമ്പർ സോ ഐ ക്യാൻ റീച്ച് യു ലേറ്റർ, ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് എഴുതിക്കോട്ടെ. സോ ഐ ക്യാൻ റീച്ച് യു ലേറ്റർ, എന്നാൽ എനിക്ക് നിങ്ങളെ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. ഇവിടെ റൈറ്റ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ താങ്കളുടെ ഫോൺ നമ്പർ ഒന്ന് എഴുതിക്കോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ മതി. ലെറ്റ് മീ റൈറ്റ് ഡൗൺ യുവർ ഫോൺ നമ്പർ, ഞാൻ താങ്കളുടെ ഫോൺ നമ്പർ ഒന്ന് എഴുതിക്കോട്ടെ. സോ ഐ ക്യാൻ റീച്ച് യു ലേറ്റർ, എന്നാൽ എനിക്ക് താങ്കളെ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ ദ ഷോപ്പിംഗ് ലിസ്റ്റ്, ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റിൽ ഒന്ന് എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. അതായത് അദ്ദേഹത്തോട് പറഞ്ഞ ആ കാര്യം അദ്ദേഹം ഒന്ന് ഷോപ്പിംഗ് ലിസ്റ്റിൽ എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് അവിടെ റൈറ്റ് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞ ആ ഒരു കാര്യം. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ ദ ഷോപ്പിംഗ് ലിസ്റ്റ് സോ വി ഡോണ്ട് മിസ് എനിത്തിങ്, എന്നാൽ ഞങ്ങളൊന്നും മിസ്സാക്കില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. ആശയം പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ ആം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ മൈ നോട്ട് ബുക്ക്, ഞാൻ എൻ്റെ നോട്ട് ബുക്കിൽ എഴുതി വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഹീ ഷുഡ് റൈറ്റ് ദം ഡൗൺ, അവ എഴുതണം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇവിടെ പ്രോണൗൺ ഇറ്റ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, പ്രോണൗൺ ദം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോണൗൺ ദം യൂസ് ചെയ്താണ് നമ്മൾ റൈറ്റ് ഡൗണിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ അവ എഴുതണം എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ ദം യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെയാണ് ദം സൂചിപ്പിക്കുന്നത്. അവ എഴുതണം, ആ പറഞ്ഞ കാര്യങ്ങൾ എഴുതണം, ആ നിർദ്ദേശിച്ച കാര്യങ്ങൾ എഴുതണം എന്നൊരാശയമാണ് ഈ സെൻറ്റൻസിനുള്ളത്. ഹീ ഷുഡ് റൈറ്റ് ദം ഡൗൺ. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വൈ ഷുഡ് ഹി റൈറ്റ് ദം ഡൗൺ, അവൻ എന്തിന് അവ എഴുതണം എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ്. വൈ ഷുഡ് ഹി റൈറ്റ് ദം ഡൗൺ. നെക്സ്റ്റ്, ഹീ ഷുഡ് റൈറ്റ് ദം ഡൗൺ സോ ഹി വോണ്ട് ഫോർഗെറ്റ്, അവ എഴുതണം. സോ ഹി വോണ്ട് ഫോർഗെറ്റ്, എന്നാൽ അവനത് മറക്കില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, മേക്ക് ഷുവർ ടു റൈറ്റ് ദം ഡൗൺ, അവ എഴുതിയെന്ന് മീൻസ് ആ പറഞ്ഞ നിർദ്ദേശങ്ങൾ, ആ കാര്യങ്ങൾ എഴുതിയെന്ന് ഉറപ്പാക്കണം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. മേക്ക് ഷുവർ ടു റൈറ്റ് ദം ഡൗൺ. നെക്സ്റ്റ്, റൈറ്റ് ദം ഡൗൺ ഫോർ ഫർദർ ഡിസ്കഷൻ, ഫർദർ ഡിസ്കഷനായിട്ട് പിന്നീടുള്ള ഡിസ്കഷനായിട്ട് അവ എഴുതി വെക്കണം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. റൈറ്റ് ദം ഡൗൺ ഫോർ ഫർദർ ഡിസ്കഷൻ.
നെക്സ്റ്റ് ഐ വിൽ ഗ്രാബ് എ പെൻ ആൻഡ് റൈറ്റ് ദം ഡൗൺ സോ വി ഡോണ്ട് ഫോർഗെറ്റ് എനിത്തിങ്. ഞാനൊരു പേന എടുക്കാം ആൻഡ് റൈറ്റ് ദം ഡൗൺ, എന്നിട്ട് അവ എഴുതി വെക്കാം, സോ വി ഡോണ്ട് ഫോർഗെറ്റ് എനിത്തിങ്, എന്നാൽ നമ്മളൊന്നും മറന്നു പോകില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് ഐ വിൽ ബി ഗിവിങ് എ ലിസ്റ്റ് ഓഫ് ടാസ്ക് ഫോർ ദ വീക്ക്. ഈ വീക്കിലെ ഒരു ടാസ്കിൻ്റെ ലിസ്റ്റ് ഞാൻ താങ്കൾക്ക് തരാം. മേക്ക് ഷുവർ ടു റൈറ്റ് ദം ഡൗൺ, അവ എഴുതി വെച്ചെന്ന് ഉറപ്പാക്കുക എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. റൈറ്റ് ദം ഡൗൺ എന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ആശയം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ എഴുതണം എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ റൈറ്റ് ദം ഡൗൺ എന്ന് യൂസ് ചെയ്ത് നമ്മൾ പറയാറുള്ളത്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ഐ നീഡ് ടു റൈറ്റ് സംതിങ് ഡൗൺ. ഇവിടെ സംതിങ് എന്നുള്ള വേർഡാണ് റൈറ്റ് ഡൗണിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സംതിങ് എന്നുള്ള വേർഡ് നമ്മൾ റൈറ്റ് ഡൗണിൻ്റെ മിഡിൽ ആഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ സെൻറ്റൻസിൻ്റെ ആശയം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണം എന്നാണ് അതിൻ്റെ ആശയം. ഐ നീഡ് ടു റൈറ്റ് സംതിങ് ഡൗൺ. നെക്സ്റ്റ് ഗീവ് മീ എ മിനിറ്റ്, എനിക്കൊരു മിനിറ്റ് തരൂ. ഐ നീഡ് ടു റൈറ്റ് സംതിങ് ഡൗൺ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണം എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് ലെറ്റ് മീ ഗ്രാബ് എ പെൻ, ഞാനൊരു പേന എടുത്തോട്ടെ. ഐ നീഡ് ടു റൈറ്റ് സംതിങ് ഡൗൺ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണം എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സംതിങ് എന്നുള്ള വേർഡ് നമ്മൾ റൈറ്റ് ഡൗണിൻ്റെ മിഡിൽ ആഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, വളരെ കോമൺ ആണ്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ റൈറ്റ് ഡൗൺ എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. റൈറ്റ് ഇറ്റ് ഡൗൺ, റൈറ്റ് ദം ഡൗൺ, റൈറ്റ് സംതിങ് ഡൗൺ, ഇവ മൂന്നും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് കോൺവെർസേഷനിൽ ആവശ്യം വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.